ബസന്ത് തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, ഇപ്പോൾ പാക് താലിബാന്റേതായ ഒരു പരാമർശം, ഒരു പത്രക്കുറിപ്പ് വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ തള്ളിക്കൊണ്ടാണ്. ഇന്ന് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ റൌഫ് അസറിന്റെ കാര്യം ചോദിച്ചിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വിവരം തരാൻ മാത്രമായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ കൊട്ടും ഭീകരനായ റൌഫ് അസർ അടക്കം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഇന്നലെ ഫ്യൂണറൽ ചടങ്ങുകൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ആർമിയുടെ പിടിപ്പുകേടാണ് ഇങ്ങനെ ഒരു കലാമിറ്റി വരുത്തി വെച്ചത് എന്ന ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നാണോ? അല്ല അഭിലാഷ്, ഇതിൽ ഇന്ന് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാൻ ആ ഭാഗത്ത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി പ്രദേശത്തുള്ള ഒരു ഭീകര സംഘടനയാണ്. അതിനെ നിരോധിച്ചിട്ടുമുള്ളതാണ്. പക്ഷേ ഇന്ന് അവരിറക്കിയിരിക്കുന്ന ഈ പ്രസ്താവന എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ നേരിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് മൗലാന മസൂദ് അസറിൻ്റെ, അതായത് ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് ഉത്തരവാദി പാകിസ്ഥാൻ സൈന്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല സേനയെ വിശ്വസിക്കരുതെന്ന് കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഒറ്റും എന്നുള്ളതാണ് പ്രധാനമായും. അതായത് ഈ മത സംഘടനകൾക്കെതിരെ എന്നും പാകിസ്ഥാൻ സൈന്യം വിദേശ ശക്തികളുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായി കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് എന്നും ഒറ്റുകൊടുത്തിട്ടുള്ള സ്വഭാവമുള്ള ഒരു സേനയാണ് പാകിസ്ഥാൻ്റേത് എന്നാണ് തെഹ്രീക്ക് താലിബാൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്നും പണം വാങ്ങി എന്ത് ജോലിയും ചെയ്യുന്ന കോർ കമാൻഡേഴ്സ് അല്ലെങ്കിൽ ക്രോർ കമാൻഡേഴ്സാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് തെഹ്രീക്ക് താലിബാൻ എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. പിന്നെ മസൂദ് അസറിൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ, ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾ ഈ സുബാനല്ല മർക്കസിൽ ഉണ്ടായിരുന്നു. മസൂദ് അസറിൻ്റെ സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും അതോടൊപ്പം തന്നെ മറ്റ് 2-3 അനന്തരവന്മാർ, 5 കുട്ടികൾ, ഇവരെല്ലാവരും തന്നെ മരിച്ചത് സ്ഥിരീകരിച്ച് ഇന്നലെ മസൂദ് അസർ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. പക്ഷേ റൌഫ് അസറിൻ്റെ വിഷയം വന്നത് ഇന്നാണ്. അതായത് റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളത് കാണ്ഡഹാറിൽ ഇന്ത്യയുടെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ഡഹാറിൽ എത്തിക്കുകയും അവിടെ വെച്ച് ഈ ഒരാളെ വധിക്കുകയും ചെയ്ത ഒരു വലിയ സംഭവം, ഇന്നും ഇന്ത്യയുടെ നോവായി നിൽക്കുന്ന ആ ഒരു കാണ്ഡഹാർ വിമാന തട്ടിപ്പിന് പിറകിലെ ആസൂത്രകനാണ് ഈ റൌഫ് അസർ എന്ന് പറയുന്നത്. മസൂദ് അസറിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തതായിരുന്നു ഈ ആ വിമാന ഹൈജാക്ക് അല്ലെങ്കിൽ ആ വിമാനം റാഞ്ചൽ. അപ്പോൾ ആ റൌഫ് അസർ ഇന്നലെ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇന്ന് വിദേശ മന്ത്രാലയം തയ്യാറായിട്ടില്ല. വിദേശ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് അക്കാര്യങ്ങളൊക്കെ, അതടക്കമുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് എത്ര പേർ കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത പിന്നീട് വരുത്താമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല അദ്ദേഹം. അതായത് റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മൗലാന മസൂദ് അസർ എവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ചോദ്യം അതാണ്. കാരണം മൗലാന മസൂദ് അസർ ഇന്നലെ തൻ്റെ കുടുംബത്തിലെ 10 പേരും തൻ്റെ 4 അനുയായികളും കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ളൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. മാത്രമല്ല എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വ്യസനവും അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരൻ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരാൾ, ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 14 പേരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഈ ബഹാവൽപൂരിൽ നടന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കാർമ്മികത്വത്തിലാണ്. അതായത് പാകിസ്ഥാൻ സേനയുടെ ആ ഭാഗത്തുള്ള ഉന്നത കമാൻഡർമാർ അടക്കം പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായിട്ടാണ് നടന്നത്. മാത്രമല്ല ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകുന്ന ആംബുലൻസിന് വഴിയരികിൽ നിന്ന് പാക് സൈന്യം സല്യൂട്ട് നൽകുന്ന ചിത്രങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് ഒരു കൊടും ഭീകരനെ അല്ലെങ്കിൽ കൊടും ഭീകരൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ കൊടും ഭീകരർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ അവരുടെ മൃതദേഹങ്ങൾ പോകുമ്പോൾ ഒരു പാക് സൈന്യം സല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നാണ് അതിലെ ഏറ്റവും വലിയ ചോദ്യം. ഇന്നലത്തെ ആ ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലൊന്നും തന്നെ മസൂദ് അസർ വരുന്നില്ല. ഒരു പ്രസ്താവന മാത്രമേ മുന്നിലുള്ളൂ. എന്തുകൊണ്ട് മസൂദ് അസർ വന്നില്ല? പക്ഷേ തിരിച്ച് ഇന്ന് വിദേശ
സെക്രട്ടറി വിക്രം മിശ്രി എടുത്തു കാണിച്ച ഒരു ഫോട്ടോ ഉണ്ട്. അത് മുറിദ്കയിൽ ഇന്നലെ ലഷ്കർ ഇ തൈബയുടെ അവരുടെ ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ, ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവർക്ക് നടന്ന ആ സംസ്കാര ചടങ്ങുകളിൽ പാക് സൈന്യം പങ്കെടുക്കുന്നുണ്ട്. അവിടെയും പാക് സൈന്യം പങ്കെടുക്കുന്നു. അവിടെ ലഷ്കർ ഇ തൈബയുടെ ഒരു കമാൻഡർ, അത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ കമാൻഡർ അതിന് മുമ്പിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. എന്തിനാണ് പാകിസ്ഥാൻ സൈന്യം ഇത്തരത്തിൽ യൂണിഫോം ഇട്ട് ഭീകരർക്ക് സല്യൂട്ട് അടിക്കുകയും അതിൽ പാകിസ്ഥാൻ പതാക പുതയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് വലിയ ചോദ്യം. ഭീകരരാണവർ, കൊടും ഭീകരർക്ക് അവർ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ പാകിസ്ഥാൻ പതാക പൊതിക്കേണ്ട ആവശ്യം എന്താണ്? അവിടെ പാക് സൈന്യം സല്യൂട്ട് അടിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് വിദേശ സെക്രട്ടറി ചോദിച്ചത്. ശരിയാണ്, ഇന്നലെ മസൂദ് അസറിൻ്റെ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും ഒക്കെ മരണമുണ്ടായിട്ടുണ്ട്. അവിടെ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകളിൽ മസൂദ് അസർ രംഗത്തില്ല. അപ്പോൾ മസൂദ് അസർ എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഇതുവരെ ഉത്തരം നൽകാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറായിട്ടില്ല. ഇന്ത്യയിൽ നിന്നും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. പക്ഷേ മസൂദ് അസർ എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സാധാരണയായി മസൂദ് അസറിനെ ഒരു UN ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റാണ്, അതായത് മുദ്രകുത്തപ്പെട്ട ഭീകരനാണ്. മസൂദ് അസറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ തടവിലാണ് എന്ന് പറയും. പക്ഷേ തടവ് എന്ന് പറയുന്നത് ISIയുടെ സുരക്ഷിത താവളത്തിൽ സുഖ ജീവിതം നയിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ മസൂദ് അസർ എവിടെ എന്നുള്ളവരാണ് വലിയ ചോദ്യം. ആ കൊടും ഭീകരൻ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം പല ഘട്ടങ്ങളിലും പല തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്നു.